കളിച്ച് അവൻ അത് നശിപ്പിച്ചു. ആനക്കൊമ്പൂരിരിക്കുന്ന ബജിമുളക് കണ്ടോ? എന്തായാലും കഴുകി എടുക്കാം, ബജി ഉണ്ടാക്കാം. തുമ്പി ഇച്ചിരി കട്ട് ചെയ്തിട്ട് ഉപ്പുവെള്ളത്തിലേക്ക് ഇടാം, മുങ്ങി ചാവട്ടെ ബജിമുളക്. ഏറ്റവും വലിയ ജോലിയെ ചെയ്ത് ഇനി ഒന്നും വിളിക്കരുതെന്ന് അവനെ. ഒരു വെളുത്തുള്ളി ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കടുവയുടെ പല്ലിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഒരു പാട്ടും പാടി വെളുത്തുള്ളി നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്തോ. അരിമാവ്, മൈദ, കടല ഇത്രയും വേണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ദോശക്കല്ല ബജിക്കാണേ. മൈദയുടെ പൗഡർ ഇട്ട മുളക് ഉണ്ടോ? വിറകൊന്നും ഒടിക്കാൻ നോക്കിയതാ അമ്മേ. വീട് മൊത്തം കത്തുന്നതിന് മുന്നേ ചട്ടി വെച്ചോ. മാവ് മുക്കി എണ്ണയിലിടുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഫിംഗർ ചിപ്സ് ആവും. ഇനി നന്നായിട്ട് വറുത്ത് കോരണേ. ഞാൻ ബജി ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ അച്ഛൻ ഷീറ്റും തലവെച്ച് ആ പരിസരത്ത് നിന്ന് തന്നെ രക്ഷപ്പെട്ടു. ഇനി കഴിക്കണ്ടല്ലോ. ഞാൻ കഴിച്ചു നോക്കി, മുഖത്ത് ഇപ്പോൾ എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട, എല്ലാവരും കഴിക്കട്ടെ. ഇവനിനി മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണെന്ന് വിചാരിച്ചിട്ടാണോ ഈ എടുത്തു വെച്ച് കഴിക്കുന്നത്? ഒറ്റ കടിയേ കഴിച്ചോളൂ, മനസ്സിലായില്ലേ ബജി എങ്ങനെ ഉണ്ടെന്ന്. രജനീകാന്തിന് പിന്നെ എരിവൊന്നൊരു പ്രശ്നമല്ല. ഇതിന് എന്തിനാണോ പിടിക്കുന്നത്? മുടിഞ്ഞ എരിയും ചൂട് കട്ടനും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ.